ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ചരിത്ര കുതിപ്പ് 7 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 104 ഉപഗ്രഹങ്ങളുമായി PSLV C-37 വിക്ഷേപണം വിജയകരമാണെന്ന് ISRO. എല്ലാ ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ എത്തിയെന്നും സ്ഥിരീകരണം. 37 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ച റഷ്യയുടെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്നത്. വിക്ഷേപണത്തിനായി സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റ് കെട്ടിവെച്ചു കൊണ്ടുപോകുന്ന അബ്ദുൽ കലാമിന്റെ ചിത്രം ആരും മറക്കാനിടയില്ല. അവിടെ തുടങ്ങിയ ISROയുടെ പ്രയാണം ഇന്ന് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISROയുടെ വിശ്വാസ്യതയും സാങ്കേതികതയും ഊട്ടിയുറപ്പിക്കുന്നിടത്ത് എത്തി നിൽക്കുന്നു PSLV C-37ന്റെ വിക്ഷേപണ വിജയം. 104 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് രാവിലെ 9:28 PSLV C-37 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ 3 അമേരിക്കയിൽ നിന്നുള്ള 96 നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേൽ, UAE, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഉപഗ്രഹങ്ങളെയുമാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. $730 കിലോ ഭാരമുള്ള കാർട്ടോസാറ്റ് 2, 30 കിലോ വീതമുള്ള INS-1A, INS-1B എന്നിവയാണ് ഇവയ്ക്കൊപ്പം വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ. എല്ലാ ഉപഗ്രഹങ്ങളുടെയും കൂടി ഭാരം 1378 കിലോഗ്രാമാണ്. ISROയുടെ 85ാമത്തെയും PSLVയുടെ 39ാമത്തെയും ബഹിരാകാശ ദൌത്യമാണിത്. ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് 100-ലധികം ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്നത്. ദൌത്യം വിജയിച്ചതോടെ 37 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച റഷ്യയും 29 എണ്ണം ഭ്രമണപഥത്തിലെത്തിച്ച അമേരിക്കയും ഇന്ത്യക്ക് പിന്നിലായി. ചരിത്ര നേട്ടത്തോടെ ISRO ബഹിരാകാശ രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാവുകയാണ്.